ഒരു വാർത്താ ദിനം പൂർത്തിയാകുമ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ, അതിന്റെ വിശദാംശങ്ങൾ, ഒപ്പം ഒരുപാട് വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും എത്തിയിരിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗുഡ് നൈറ്റ് വിത്ത് പ്രസന്റ് ആൻഡ് പ്രവിത. അപ്പോൾ വിശദമായ റിപ്പോർട്ടുകളിൽ കടക്കാനുള്ള നേരമാകുന്നു. ഇന്ന് നേരത്തെ പ്രവിത സൂചിപ്പിച്ചതുപോലെ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി ഇടം പിടിച്ചത് ശിരൂരിലെ തിരച്ചിൽ തന്നെയാണ്. ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തിരച്ചിലിൽ നിർണായക വഴിത്തിരിവ്. മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേ ഗംഗാവലി പുഴയിൽ നടത്തിയ പരിശോധനയിൽ അർജുൻ ഓടിച്ച ലോറിയുടെ ഹൈഡ്രോളിക് ജാക്കി കണ്ടെത്തി. സമീപത്ത് തന്നെ ലോറിയും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് തിരച്ചിൽ സംഘം. നാളെ മാൽപേ സംഘത്തിനൊപ്പം നാവികസേനയും തിരച്ചിലിനെത്തും. ഇപ്പോഴത്തെ നീക്കങ്ങളിൽ പ്രതീക്ഷയുണ്ടെന്ന് അർജുന്റെ ബന്ധുക്കൾ ഇന്ന് പ്രതികരിച്ചു. നാവികസേനയുടെ വരവ് പ്രതീക്ഷിച്ചായിരുന്നു ഇന്നത്തെ പാതി ദിനത്തിലെ കാത്തിരിപ്പ്. പുഴയിലിറങ്ങിയുള്ള തിരച്ചിൽ നേവിക്ക് ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതിയില്ലെന്ന വിവരം ഉച്ചയോടെ പുറത്തുവന്നു. പ്രതീക്ഷ നിരാശയായി മാറി. എന്നാൽ കാർവാർ MLA ഇടപെടലിലൂടെ ഈശ്വർ മാൽപേ വീണ്ടും രക്ഷാവേഷത്തിലെത്തി. സധൈര്യം ഗംഗാവലിയുടെ ആഴത്തിലേക്കിറങ്ങി. 4 സ്പോട്ടുകളിലെ ഒന്നിൽ 9 തവണ ഡൈവ് ചെയ്തു. ഇന്നിപ്പോ തുടങ്ങി ഇപ്പൊ രാത്രി അയച്ചല്ലേ, ഇന്ന് നാളെ കാലിന് 3 നാളും ഞങ്ങൾ ഇവിടെ തന്നെ തെരച്ചിലിൽ അർജുന്റെ ലോറിയുടെ ഹൈഡ്രോളിക് ജാക്കിയും ടാങ്കറിന്റെ ചില ഭാഗങ്ങളും കണ്ടെത്തി. ഉറപ്പന്നെ പുതിയ ജാക്കി നമ്മൾ വാങ്ങിയതാ. ആ ലോറിന്റെ തന്നെ ഒരു സംശയമില്ല. ഇത് ലോറിക്ക് അല്ലാതെ വേറെ ഒന്നിനും ഉപയോഗിക്കില്ല. എന്തായാലും ടാങ്കർ വണ്ടിന്റെ എന്തായാലും അല്ലല്ലോ. നാളെ രാവിലെ 8 മുതൽ ഗംഗാവലി പുഴയിൽ പരിശോധന തുടരും. ഈശ്വർ മാൽപയുടെ സംഘാംഗങ്ങൾക്ക് പുറമെ NDRF, SDRF നാവികസേനാംഗങ്ങൾ കൂടി ദൗത്യത്തിന്റെ ഭാഗമാകും. പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണെന്ന് അർജുന്റെ കുടുംബം പ്രതികരിച്ചു. തീർച്ചയായിട്ടും ഇന്നേക്ക് 29ാമത്തെ ദിവസമാണ്. നമുക്ക് ഇന്നാണ് ലോറിയുടേതെന്ന് പറഞ്ഞൊരു, ഇതിന്റെ മുന്നേ നമുക്ക് സംഭവം നടന്ന് 10-12 ദിവസം നമുക്ക് ഇതിലുള്ള വുഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം ഉള്ളൊരു വണ്ടിയുടേതായിട്ടുള്ളൊരു തെളിവ് ഇന്നാണ് ലഭിച്ചിരിക്കുന്നത്. അവർ പറഞ്ഞത് മാൽപേന്റെ കൂടെയുള്ള 4 ഡൈവേഴ്സും കൂടെ NDRF, SDRF എല്ലാ ടീമും കൂടി എത്തിയിട്ട് എല്ലാ രീതിയിലുള്ള തെരച്ചിൽ നടത്തുന്നതാണ് പറയുന്നത്. ഗംഗാവലി പുഴയിലെ ഒഴുക്ക് 2 നോട്ട്സായി കുറഞ്ഞത് തെരച്ചിലിന് ഗുണകരമാകും. ഷിരൂരിൽ കാലാവസ്ഥയും അനുകൂലമായി തുടരുകയാണ്. ഷിരൂരിൽ നിന്ന് ഷജിൽ ഗുരുവായൂരിനൊപ്പം അരുൺ പൂപ്പറമ്പ, 24. ഷിരൂരിൽ നിന്ന് നേരെ നമ്മൾ വയനാട്ടിലെ റിപ്പോർട്ടുകളിലേക്കാണ് പോകുന്നത്. വയനാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്ക് വാടക വീടിന്റെ തുക നിശ്ചയിച്ച് സർക്കാരിന്റെ ഉത്തരവിറങ്ങി. ഒരു കുടുംബത്തിന് വാടക ഇനത്തിൽ പ്രതിമാസം 6000 രൂപയാകും നൽകുക. ഇന്ന് നടത്തിയ തിരച്ചിലിൽ 6 ശരീരഭാഗങ്ങൾ കൂടി കണ്ടെത്തിയിരുന്നു. ക്യാമ്പുകളിലുള്ളവർ സ്വമേധയാ കണ്ടെത്തുന്ന വാടക വീടുകളിലേക്ക് മാറുമ്പോൾ എത്ര തുക സർക്കാർ നൽകും എന്നതിന് ഉത്തരമായി. പ്രതിമാസം 6000 രൂപ. ബന്ധുവീടുകളിലേക്ക് മാറുന്ന കുടുംബത്തിനും ഈ തുക നൽകും. സൗജന്യ വാടക വീടുകളിലേക്ക് പോകുന്നവർക്ക് ലഭിക്കില്ല. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് തുക അനുവദിക്കുന്നത്. നേരിട്ട് കൊടുക്കാൻ ഇപ്പോൾ ഉള്ള സാഹചര്യത്തിൽ സാധ്യമല്ല. അതിൻ്റെ ഒരു ആക്യുറസിക്ക് വേണ്ടിയാണ്. എന്ന് മാത്രമല്ല, ഇതൊക്കെ പലതരത്തിലുള്ള അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നതിന് തുല്യമാകും. വൗച്ചറിൽ ഒരാൾ പേരെഴുതി ഒപ്പിടുമ്പോൾ എന്ത് കൃത്യതയാണ് ഇതിനുണ്ടാവുക? ഏതെങ്കിലും വിധത്തിൽ ഒരു കറപ്ഷൻ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് ഇത്ര കൃത്യമായി നോക്കുന്നത്. അതേസമയം കേന്ദ്രത്തിന്റെ സഹായം ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. പുനരധിവാസവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിക്ക് നൽകാൻ സംസ്ഥാന സർക്കാർ നിവേദനം തയ്യാറാക്കി വെച്ചെന്നാണ് താൻ കരുതിയതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശങ്ങൾ ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് അദ്ദേഹത്തിന് സമർപ്പിച്ചു. വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ 100 വീടുകൾ വാഗ്ദാനം ചെയ്തിരുന്നു. പൊതുവായി സർക്കാർ സ്ഥലം കണ്ടെത്തി. ആ സ്ഥലം കണ്ടെത്തിയാൽ ഉടൻ തന്നെ പ്രതിപക്ഷ നേതാവുമായും ഉപനേതാവുമായും ഗവൺമെൻറ് ചർച്ച നടത്താം എന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവർക്കുള്ള തിരച്ചിലിൽ ഇന്ന് 6 ശരീരഭാഗങ്ങൾ കൂടി കണ്ടെത്തി. ചാലിയാറിൽ നിന്ന് 5ഉം വെള്ളർമല ഭാഗത്തു നിന്ന് 1 ശരീരഭാഗവുമാണ് കണ്ടെത്തിയത്. 6 മേഖലകൾ കേന്ദ്രീകരിച്ചായിരുന്നു തിരച്ചിൽ. നാളെയും തുടരും. ദുരന്ത കാരണം പഠിക്കാനും റിപ്പോർട്ട് തയ്യാറാക്കാനുമായി എത്തിയ ദേശീയ ഭൗമശാസ്ത്ര കേന്ദ്രത്തിലെ 6 അംഗ വിദഗ്ധ സംഘം ചൂരൽമലയും മുണ്ടക്കയും സന്ദർശിച്ചു. 10 ദിവസത്തിനകം സർക്കാരിൽ റിപ്പോർട്ട് സമർപ്പിക്കും. 24 വയനാട്.
യെസ്, അപ്പോൾ മഴ നിർത്താതെ ശക്തമായി തന്നെ പലയിടങ്ങളിലും പെയ്യുന്നുണ്ട്. ഇന്നിപ്പോൾ എറണാകുളത്തൊക്കെ ഈ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ തന്നെ ശക്തമായ മഴയുണ്ടായിരുന്നു. വയനാട്ടിൽ പ്രത്യേകിച്ചും ഈ ഉരുൾപൊട്ടലുണ്ടായ മേഖലകളിൽ ആകെ ഇന്ന് ശക്തമായ മഴ പെയ്തു. അതായത് ഈ മുണ്ടക്കൈ, ചൂരൽമല, പുഞ്ചിരിമട്ടം മേഖലകളിലാണ് കനത്ത മഴ പെയ്തത്. അതെ, 3 മണിക്കൂറോളം നിർത്താതെ ഇവിടെ മഴ പെയ്യുകയായിരുന്നു. ഇതിൽ ഇരുവഞ്ഞിപ്പുഴയുടെ നീരൊഴുക്ക് ശക്തമായി വർദ്ധിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ചൂരൽമലയിൽ രക്ഷാപ്രവർത്തനത്തിന് ഉപയോഗിച്ച താൽക്കാലിക പാലം ഒഴുക്കിൽ തകർന്നു പോവുകയും ചെയ്തു. ഇന്നത്തെ തിരച്ചിലിൽ 6 ശരീരഭാഗങ്ങളാണ് കണ്ടെത്തിയത്. ഉച്ചയ്ക്ക് ശേഷം കനത്ത മഴയാണ് പുഞ്ചിരിമട്ടം, മുണ്ടക്കൈ, ചൂരൽമല മേഖലകളിൽ പെയ്തത്. മഴ വെല്ലുവിളിയായതോടെ തിരച്ചിൽ 2 മണിയോടെ അവസാനിപ്പിച്ചു. 3 മണിക്കൂറോളം നിർത്താതെ പെയ്ത മഴയിൽ ഇരുവഴിഞ്ഞിപ്പുഴ നിറഞ്ഞൊഴുകി. ബെയിലി പാലം നിർമ്മിക്കും മുൻപ് മുണ്ടക്കൈയെ ബന്ധിപ്പിക്കാൻ ഫയർഫോഴ്സ് നിർമ്മിച്ച താൽക്കാലിക പാലം ഒഴുക്കിൽ തകർന്നു. ഇതിനിടയിൽ പുഴ നീന്തിക്കടക്കാൻ ശ്രമിച്ച പശു ഒഴുക്കിൽ കുടുങ്ങി. തകർന്ന താൽക്കാലിക പാലത്തിന്റെ ഇരുമ്പവശിഷ്ടങ്ങൾക്കിടയിൽ കാൽ കുടുങ്ങുകയായിരുന്നു. 1 മണിക്കൂറോളം നീണ്ട ശ്രമത്തിനൊടുവിലാണ് പശുവിനെ കരക്കെത്തിച്ചത്. കാലിന് പരിക്കേറ്റ പശുവിന് പ്രാഥമിക ചികിത്സയും നൽകി. 24 വയനാട്. യെസ്, അപ്പോൾ ഒരുപാട് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്, മഴ ഉണ്ടോ എവിടെയെങ്കിലും എന്ന് ചോദിക്കുന്നവരുണ്ട്, നാളെ അവധിയുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട്. സ്വാഭാവികമായും ശക്തമായ മഴ പെയ്യുമ്പോൾ സ്വാഭാവിക ചോദ്യമാണ്, സാധാരണ ചോദ്യമാണ്, മഴ അവധി ഉണ്ടോ എന്നുള്ളത്. നിലവിൽ എവിടെയും അവധി പ്രഖ്യാപിച്ചിട്ടില്ല. മഴയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് വരുന്നുണ്ട്. ആലപ്പുഴയും കാസർഗോഡും ഒഴികെ മുഴുവൻ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. പത്തനംതിട്ടയിലും ഇടുക്കിയിലും ഓറഞ്ച് അലർട്ടാണ്. മലപ്പുറം എടവണ്ണയിലുണ്ടായ മിന്നൽ ചുഴലിയിൽ ഇന്ന് 25ഓളം വീടുകൾക്ക് കേടുപാടുണ്ടായി. തെക്കൻ ശ്രീലങ്കയ്ക്ക് മുകളിലായി പുതിയ ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ട്. റായലസീമ മുതൽ കോമറിൻ മേഖല വരെ ന്യൂനമർദ്ദ പാത്തിയും സ്ഥിതി ചെയ്യുന്നു. ഇതിന്റെ ഫലമായി സംസ്ഥാനത്ത് മഴ കനക്കാനാണ് സാധ്യത. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ വ്യാഴാഴ്ച വരെ അതിശക്തമായ മഴയ്ക്കും ശനിയാഴ്ച വരെ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. മഴ ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ ആലപ്പുഴയും കാസർഗോഡും ഒഴികെയുള്ള മുഴുവൻ ജില്ലകളിലും ഇന്ന് മഴ മുന്നറിയിപ്പുണ്ട്. പത്തനംതിട്ടയിലും ഇടുക്കിയിലും മഴ അതിശക്തമായേക്കും. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. എറണാകുളത്തും തൃശൂരും നാളെ ഓറഞ്ച് അലർട്ടാണ്. അതിനിടെ മലപ്പുറം എടവണ്ണയിലുണ്ടായ മിന്നൽ ചുഴലിയിൽ 25ഓളം വീടുകൾ ഭാഗികമായി തകർന്നു. നിരവധി വീടുകൾക്ക് മുകളിലേക്ക് മരം വീണു. വൈദ്യുതി പോസ്റ്റുകളും തകർന്നു. അപകട മേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ 55 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മൂന്നാർ കുണ്ടള ഡാമിന്റെ ഷട്ടറുകൾ നാളെ രാവിലെ 11 മണിക്ക് തുറക്കുന്നതിനാൽ ഇരു കരകളിലുമുള്ളവർ ജാഗ്രത പാലിക്കാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. 24 തിരുവനന്തപുരം. നമ്മൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു റിപ്പോർട്ടിലേക്കാണ്. പ്രത്യേകിച്ച് മലയാള സിനിമാ ലോകത്തെ സംബന്ധിച്ച് ഏറെ പ്രധാനപ്പെട്ട ഒരു മാറ്റവും ഒരു വഴിത്തിരിവ് കൂടിയാകും ഇത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. യെസ്, മലയാള സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാം എന്ന് ഹൈക്കോടതി തീരുമാനമെടുത്ത അല്ലെങ്കിൽ ഉത്തരവിട്ട ദിവസമാണെന്ന്. റിപ്പോർട്ട് പരസ്യപ്പെടുത്തുന്നതിന് എതിരെ നിർമ്മാതാവ് സജിമോൻ പാറയിൽ നൽകിയ ഹർജി കോടതി തള്ളുകയായിരുന്നു. കോടതി വിധിയെ വനിതാ കമ്മീഷനും മന്ത്രി സജി ചെറിയാനും സ്വാഗതം ചെയ്തു. നിർമ്മാതാവ് സജിമോൻ പാറയിലിന്റെ ഹർജി നിയമപരമായി നിലനിൽക്കില്ലെന്ന് നിരീക്ഷിച്ചാണ് റിപ്പോർട്ട് പുറത്തുവിടാൻ കോടതി അനുമതി നൽകിയത്. റിപ്പോർട്ട് ഹർജിക്കാരനെ എങ്ങനെ ബാധിക്കുമെന്ന് വ്യക്തമല്ല. മലയാള സിനിമയിലെ സ്ത്രീവിരുദ്ധ സമീപനം ഇല്ലാതാക്കപ്പെടണം. സർക്കാർ ഇതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണാർത്ഥത്തിൽ നടപ്പാക്കാൻ പൊതുചർച്ച അനിവാര്യമാണ്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തികൾക്കെതിരെ ചർച്ച നടത്തുമെന്ന ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. വിധി നടപ്പാക്കുന്നതിന് 7 ദിവസത്തെ സാവകാശം കോടതി അനുവദിച്ചിട്ടുണ്ട്. റിപ്പോർട്ട് ഉടൻ പുറത്തുവിടുമെന്ന് മന്ത്രി സജി ചെറിയാൻ വ്യക്തമാക്കി. ഇപ്പോൾ ഹൈക്കോടതി ഇത് ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നു. ഹൈക്കോടതി പറഞ്ഞ ഭാഗം കൂടി നോക്കി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശം കൂടെ വെച്ചുകൊണ്ട് ഒരാഴ്ചത്തെ സമയം തന്നിട്ടുണ്ടല്ലോ. അത് സംബന്ധിച്ചിടത്തോളം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ആ കാര്യം തീരുമാനിച്ച് അത് പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് ആ കാര്യത്തിലുള്ള നിലപാട് ഗവൺമെന്റ് നിലപാട്. റിപ്പോർട്ട് പുറത്തുവരേണ്ടത് അനിവാര്യമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി. വിവരാവകാശ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ഈ റിപ്പോർട്ട് പുറത്തുവിടേണ്ടുന്നത് വളരെയധികം ആവശ്യമാണ് എന്ന് വനിതാ കമ്മീഷൻ കാണുകയാണ്.
സ്വകാര്യതയെ ബാധിക്കുന്ന വിവരങ്ങൾ പുറത്തുവിടുന്നതിന് കമ്മീഷന്റെ വിലക്കുള്ളതായി വ്യക്തമാക്കിയ കോടതി ഹർജിക്കാരനായ സജിമോൻ പാറയിലിനെ രൂക്ഷമായി വിമർശിച്ചു. സിനിമാ മേഖലയിലെ അനാരോഗ്യ പ്രവണതകളെ മറയ്ക്കുകയാണ് ഹർജിക്കാരന്റെ ലക്ഷ്യമെന്നും മൗലികാവകാശം ലംഘിക്കപ്പെടുമെന്ന് ബോധ്യപ്പെടുത്താൻ ഹർജിക്കാരൻ പരാജയപ്പെട്ടതായും കോടതി കൂട്ടിച്ചേർത്തു. 24 കൊച്ചി. യെസ്, അപ്പോൾ എന്തായാലും ആ റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ പുറത്തുവരാൻ 7 ദിവസ സാവകാശമാണ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും അതിൽ സ്വകാര്യതയെ മാനിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ സർക്കാരും ആ നിലപാടെടുത്തതാണ്. വ്യക്തിപരമായ പരാമർശങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കിയ ശേഷമായിരിക്കും ഈ റിപ്പോർട്ട് പുറത്തുവിടുക. ഈ സഭയിൽ വന്നതുകൊണ്ട് തന്നെ ഇത് പബ്ലിക് ഡൊമൈനിൽ നേരത്തെ ലഭ്യമാവേണ്ട റിപ്പോർട്ടാണ് എന്നൊക്കെയുള്ള പൊതുജനാഭിപ്രായം നേരത്തെ ഉയർന്നു വന്നതാണ്. എന്തായാലും അതിൽ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ നിലപാടും ഈ പുതിയ ഉത്തരവും എല്ലാം അത് സ്വാഗതാർഹം തന്നെയാണ് എന്നാണ് പൊതുവിൽ ഇപ്പോൾ ലഭിക്കുന്ന പ്രതികരണങ്ങൾ. റിപ്പോർട്ട് ഉടൻ തന്നെ പുറത്തു വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളും. ഇനി ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വാർത്ത കൂടി നോക്കാം. സെബി മേധാവിക്കെതിരായ ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ പ്രതിഷേധം ശക്തമാക്കാൻ പോവുകയാണ് കോൺഗ്രസ്. JPC അന്വേഷണം അനിവാര്യമാണെന്ന് കോൺഗ്രസ് നേതൃയോഗം ആവശ്യപ്പെട്ടു. ഓഗസ്റ്റ് 22-ന് സംസ്ഥാന തലത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കും. ആഴത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് എന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു. സെബി മേധാവിക്കെതിരെ വിശദ അന്വേഷണം ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി. ഹിൻഡൻബർഗ് റിപ്പോർട്ടിലൂടെ കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷണം നടത്തണമെന്നും സെബി അധ്യക്ഷ മാധവി പുരിപുജ് രാജിവെക്കണമെന്നുമാണ് കോൺഗ്രസിന്റെ നിലപാട്. ഇക്കാര്യങ്ങൾ ആവശ്യപ്പെട്ട് സംസ്ഥാന തലത്തിൽ പ്രതിഷേധം ശക്തമാക്കാൻ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗം തീരുമാനിച്ചു. അന്വേഷണത്തിൽ നിന്ന് സർക്കാർ ഒഴിഞ്ഞുമാറുന്നത് എന്തിനാണെന്നും ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ തെളിയിക്കട്ടെ എന്നും KC വേണുഗോപാൽ. കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനാ JPC പേടിക്കുന്നത്? സെബി ചെയർപേഴ്സൺ ഒരു കൂസലുമില്ലാതെ തുടരുകയാണ് ആ പൊസിഷനിൽ. എന്തുകൊണ്ടൊരു അന്വേഷണം നേരിട്ടുകൊണ്ട് അന്വേഷണത്തിന്റെ റിപ്പോർട്ട് വരുന്നവരെ അവർക്ക് മാറി നിന്നുകൂടാ? ഹിൻഡൻബർഗ് വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ സെബി മേധാവിക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി നൽകി. ഹിൻഡൻബർഗ് വിഷയം കഴിഞ്ഞ തവണ കോടതിയിൽ ഉന്നയിച്ച അഭിഭാഷകൻ വിശാൽ തിവാരിയാണ് ഹർജിക്കാരൻ. വെളിപ്പെടുത്തൽ സെബിയുടെ വിശ്വാസ്യത കെടുത്തുന്നതാണെന്നും മാധവി പുരിപുജിനെതിരെ അന്വേഷണം വേണമെന്നുമാണ് ഹർജിയിലെ ആവശ്യം. 24 ഡൽഹി. യെസ്, അപ്പോൾ ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളും പ്രേക്ഷകർ കണ്ടു കഴിഞ്ഞു. അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകളിലേക്ക് പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ ഒരുപാട് പ്രേക്ഷകർ ഹായ് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും വരുന്ന നമ്മുടെ പതിവ് പ്രേക്ഷകരെല്ലാം ഒന്നിനു പിറകെ ഒന്നായി വരുന്നുണ്ട്. അതിൽ ചില ആൾക്കാരെ കാണാതിരിക്കുമ്പോൾ മറ്റൊരു പറയുന്നുണ്ട് എവിടെയാണ് എല്ലാവരും വരൂ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അങ്ങനെ പണ്ട് എങ്ങനെയായിരുന്നു നമ്മുടെ ഷോ പോയിക്കൊണ്ടിരുന്നത് അതുപോലെ വീണ്ടും ആ പഴയ ട്രാക്കിലേക്ക് മെല്ലെ നമ്മൾ വരുന്നുണ്ട്. അതിനിടെ പ്രജൻ ഒരാൾക്കൊരു സംശയം, അനന്തൻ M ചോദിക്കുന്നുണ്ട് പ്രീ റെക്കോർഡ് ചെയ്ത സോങ് ആണോ എന്ന് ചോദിക്കുന്നു. അതോടൊപ്പം റോബിൻ ചോദിക്കുന്നു ലിപ്പ് കൊടുത്തത് വളരെ നന്നായി എന്നും പറയുന്നുണ്ട്. എന്നാൽ അത് ലൈവായിട്ട് പാടുന്നതാണ്. ഇതിനകത്ത് ഒരുപാട് എന്താ പറയുക നല്ല സൂത്തിങ് ആയിട്ട് നിങ്ങൾക്ക് എന്താണ് പറയുക ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കഴിവല്ല. അത് ഈ പറയുന്ന പോലെ നേരത്തെ പറഞ്ഞത് നമ്മുടെ ഓഡിയോ എഞ്ചിനീയേഴ്സിൻ്റെ കഴിവാണ്. നല്ല മികച്ച നമ്മുടെ ഓഡിയോ ടീം നമുക്കുണ്ട്. അപ്പോൾ അവരാണ് കൃത്യമായിട്ട് നമ്മുടെ ശബ്ദം നല്ലതാക്കി മാറ്റിയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. പക്ഷേ ലൈവായിട്ട് പാടുന്നതാണ്. ഒരുപാട് ഫ്ലോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് ക്ഷമിക്കുക. അപ്പം പാട്ട് നന്നായിരുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ ശ്രീരാജ് നമ്മുടെ മഴ വന്നപ്പോൾ ഇനിയും മഴ വരുമോ എന്ന പേടിയാണ്. അതിതീവ്ര മഴ എന്ന് പറയുമ്പോൾ സമാധാനമില്ല. ഡാമുകളൊക്കെ നിറയുമ്പോൾ അത് പേടിയാണെന്ന് പറഞ്ഞു ശ്രീരാജ്. അങ്ങനെ ശ്രീരാജ് പേടിച്ചിട്ട് നമുക്കിപ്പോൾ എന്ത് ചെയ്യാനാ? എന്തായാലും മുൻകരുതൽ സ്വീകരിക്കാൻ വേണ്ടിയാണ് കൃത്യമായി ഇത്തരം റിപ്പോർട്ടുകൾ ഈ കാലാവസ്ഥാ കേന്ദ്രം നൽകുന്നത്. എന്ത് രീതിയിലുള്ള മഴയാണ്, തീവ്ര മഴയാണോ അതിതീവ്ര മഴയാണോ എന്നൊക്കെയുള്ള മുന്നറിയിപ്പുകൾ നേരത്തെ തരുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ സ്വീകരിക്കേണ്ട ഒരുപാട് മുൻകരുതലുണ്ട്. പ്രത്യേകിച്ചും ഈ പറയുന്ന വൃഷ്ടിപ്രദേശത്ത് താമസിക്കുന്നവർ അല്ലെങ്കിൽ നദീതീരത്ത് താമസിക്കുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. മലയോര മേഖലയിൽ പ്രത്യേകിച്ചും. ഇങ്ങനെ പ്രേക്ഷകരുടെയൊക്കെ കമന്റ്സ് ഒരുപാട് വരുന്നു. റീന സതീശൻ പറയുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നത് എന്തിനാണ് തടയുന്നത് എന്ന് ചോദിക്കുന്നത്. പുറത്തു വരട്ടെ, തീർച്ചയായിട്ടും അത് ഉടൻ തന്നെ പുറത്തു വരും എന്നാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. ഒപ്പം നമ്മുടെ ഈ മഴയെക്കുറിച്ച് ഒരുപാട് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. ഓക്കെ പറയുന്നു എല്ലാം പുറത്തു വരട്ടെ. കഴിഞ്ഞ ചൂടുകാലത്ത് ഒരു മഴ കിട്ടാൻ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചു. എല്ലാ ചൂടുകാലത്തും നമ്മുടെ സ്ഥിരം സ്വപ്നവും ആഗ്രഹവും ഒക്കെയാണ്. അല്ലെങ്കിൽ ഇപ്പം തന്നെ 1-2 ദിവസം മഴയില്ലാതെ ഇരുന്ന് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ പറയും അയ്യോ ഇതെന്തൊരു ചൂടാണെന്ന് പറയും. അപ്പോൾ ഇപ്പോൾ മഴയെന്ന് കേൾക്കുമ്പോൾ ഉള്ളിലൊരു നൊമ്പരമാണ്, പേടിയാണ് എന്നൊക്കെ പറയുന്നു. അതെ, അങ്ങനെ ഒരുപാട് പ്രേക്ഷകരുടെ കമന്റ്സ് വരുന്നുണ്ട്. നമുക്ക് ഒരുപാട് സന്തോഷം. ഒരു ഐഡിയ എന്ന് വരുന്നു പ്രജിൻ പന്തളം പോയിട്ടുണ്ടോ? അതെന്താ അങ്ങനെ ചോദിച്ചത്? പന്തളം പോയിട്ടുണ്ട്. നമ്മുടെ ഇലക്ഷൻ സമയത്ത് നമ്മുടെ 24 കണക്റ്റിന്റെ ഭാഗമായിട്ടൊക്കെ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് അവിടെ പോയിട്ടുണ്ടായിരുന്നു.
ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ പ്രേക്ഷകരുടെ കമൻസ്. ഇനി നമുക്ക് നേരെ നമ്മളുടെ ഈ പ്രോഗ്രാമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പ്രേക്ഷകർക്ക് നമ്മളെ നേരിട്ട് വിളിക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ തുടക്കം തൊട്ട് പറയുന്നതാണ് എങ്ങനെയാണ് ഈ വിളിക്കേണ്ടത് എന്ന്. പ്രേക്ഷകരും 24-ൻ്റെ സ്ക്രീനിൽ എത്തണമെങ്കിൽ ചെയ്യേണ്ടത് ഇതാണ്. ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്ന QR കോഡ് ഉണ്ടല്ലോ, അതങ്ങ് സ്കാൻ ചെയ്യും. അപ്പോൾ കുടുംബസമേതമോ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ എല്ലാവരും ചേർന്നൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ TV കാണുന്നതെങ്കിൽ ഈ QR കോഡ് ഒന്ന് സ്കാൻ ചെയ്യുക മൊബൈൽ ഫോണിൽ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് സൂം ലിങ്കിലേക്ക് പോകാൻ സാധിക്കും. അവിടെ സൂം വഴി വീഡിയോ കോൾ ചെയ്ത് നമ്മുടെ 24-ൻ്റെ ഈ മാജിക് സ്ക്രീനിൽ ലോകത്തെമ്പാടുമുള്ള മലയാളികൾ കാണുന്ന പ്രിയപ്പെട്ട ചാനലായ 24-ൻ്റെ ഈ സ്ക്രീനിൽ നിങ്ങൾക്ക് നേരിട്ടെത്താം. അവിടെ നേരിൽ വന്നുകൊണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ പറയാം, നിങ്ങളുടെ വിശേഷങ്ങൾ കേൾക്കാൻ കാത്തിരിക്കുന്നുണ്ട്. ഇപ്പോൾ പെട്ടെന്ന് ഇത് സ്കാൻ ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ നോ പ്രോബ്ലം, നേരെ നമ്മുടെ സോഷ്യൽ മീഡിയ പേജുകളിലേക്ക് പോവുക. ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും 24 ഓൺലൈനിൽ പോവുക. അവിടെ കൃത്യമായി ഈ QR കോഡ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കാൻ ചെയ്യാം. യെസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ തുടരുകയാണ്. ഗുഡ് നൈറ്റ് വിത്ത് പ്രജിൻ ആൻഡ് പ്രവിത. അപ്പം വീണ്ടും പ്രേക്ഷകരുടെ കമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പ്രേക്ഷകർ മഴയുടെ കാര്യം തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നുണ്ടായിരുന്നു, വീണ്ടും മഴ കനക്കാൻ. കൃഷ്ണ ചോദിക്കുന്നു, നമുക്ക് ഈ കൊല്ലം ലാനിന ഉണ്ടാകുമോ? അങ്ങനെയാണെങ്കിൽ വീണ്ടും ഫ്ലഡ് ഉണ്ടാകില്ലേ? നമ്മൾ ഇപ്പോൾ വരുന്ന മഴയെ പ്രതിരോധിക്കാൻ എന്താണ് ചെയ്തത്? മഴയെ പ്രതിരോധിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികളൊക്കെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകേണ്ടത്. അത് ഉണ്ടാകുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കൃത്യമായ അലേർട്ടുകളൊക്കെ ഇപ്പോൾ തരുന്നുണ്ട്. മുൻപ് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. 2018 ഫ്ലഡിന് മുന്നേ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അലേർട്ടുകളൊക്കെ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ സുധ പറയുന്നു, എൻ്റെ ഹസ്ബൻഡ് ഇത് തന്നെ ചോദിച്ചു, റെക്കോർഡ് ചെയ്ത് പാടുന്നതാണോ എന്ന്. റെക്കോർഡ് ചെയ്ത് പാടുന്നതല്ല കേട്ടോ. ഒപ്പം ശ്രീലക്ഷ്മി ചോദിക്കുന്നുണ്ട്, സൗണ്ട് എഞ്ചിനീയർ ആരൊക്കെയാ പ്രജൻ? ഒരു വലിയ സംഘം തന്നെയുണ്ട്. സംസ്ഥാനത്തെ ഏറ്റവും കേരളത്തിൽ തന്നെ ഇപ്പോൾ ലഭ്യമാകുന്ന വെച്ചാൽ ഏറ്റവും മികച്ച സൗണ്ട് എഞ്ചിനീയേഴ്സ് ആണ് 24 ഉള്ളത്. അത് എടുത്ത് പറയേണ്ടതുണ്ട്. അത് ഒരുപക്ഷെ നമ്മുടെ പാട്ട് മാത്രമല്ല, അതല്ലാതെ നമ്മുടെ ഓഡിയോ ക്ലാരിറ്റി ഒക്കെ കാണുമ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലായി കാണുന്നു. അപ്പോൾ നമുക്ക് കുറച്ചധികം റിപ്പോർട്ടുകളിലേക്ക് നമുക്ക് പോകാൻ സമയം തോന്നുന്നു. പ്രവിത, നമുക്ക് പ്രേക്ഷകരുടെ കമന്റുകളിലേക്ക് വായിക്കാം. അപ്പം മറക്കണ്ട, നിങ്ങളുടെ കോളുകൾ കാത്തിരിക്കുന്നുണ്ട്. വീഡിയോ കോൾ പെട്ടെന്ന് ചെയ്യുക. നേരത്തെ കാണിച്ച QR കോഡ് ഉണ്ട്. അപ്പം നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലും എല്ലാം തന്നെ ആ QR കോഡ് ഇപ്പോൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നേരെ പോയി കഴിഞ്ഞാൽ അത് സ്കാൻ ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് പോസിറ്റീവായിട്ടുള്ള വാർത്തകളിലേക്കാണ് നമ്മൾ ഇനി കടക്കാൻ പോകുന്നത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി 100 കോടി രൂപ കടക്കുകയാണ്. അതിലേക്ക് പണമെത്തിയ വഴികൾ പലതും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതുമാണ്. കൊച്ചിയിൽ ഒരു തട്ടുകട ഒരു ദിവസത്തെ വരുമാനം മുഴുവനായും ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുകയാണ്. ഒപ്പം ജീവനക്കാരുടെ ഒരു ദിവസത്തെ ശമ്പളവും നൽകുന്നു. ആ തട്ടുകടയിൽ എത്തിയ സംഭാവനകളും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. കാണാം റിപ്പോർട്ട്. കാക്കനാട്ടുള്ള സലാം തട്ടുകട ദിവസവും വലിയ തിരക്കുള്ള ഇടമാണ്. ഞായറാഴ്ചകളിൽ പതിവിലും ഇരട്ടിയോളം. അങ്ങനെ ഒരു ഞായറാഴ്ച ദിവസമാണ് തട്ടുകട ഉടമ സലാം വയനാടിനെ സഹായിക്കാൻ തിരഞ്ഞെടുത്തത്. കഴിച്ചവരാരും ബില്ലിലേക്ക് നോക്കിയില്ല. കഴിയും വിധം പണം നൽകി. 670 രൂപയുടെ ബില്ലിന് 10,000 രൂപ ഗൂഗിൾ പേ ചെയ്ത് നൽകിയവരുമുണ്ട് കൊച്ചി. ഇവിടെ ഭക്ഷണം കഴിക്കാൻ വരുന്ന മുഴുവൻ കസ്റ്റമറിൻ്റെ പൈസ നമ്മുടെ ലാഭക്കാശ്, അതായത് നമ്മുടെ വരുമാനം എല്ലാം വയനാട്ടിലെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാനാണ് തീരുമാനിച്ചത്. പിന്നെ അതിൻ്റെ കൂടെ തൊഴിലാളികൾ, അന്യസംസ്ഥാന തൊഴിലാളികളുണ്ട്. ഇവരെല്ലാവരുടെ പൂർണ്ണ സമ്മതവും അവർക്കുള്ള താല്പര്യവും കൂടി ഉൾക്കൊണ്ടിട്ടാണ് ഇങ്ങനൊരു സംരംഭം ഇവിടെ തുടങ്ങിയത്. ഈ സലാം തട്ടുകട എന്ന് പറയുന്നത് പല സേവനങ്ങളും ചെയ്തിട്ടുണ്ട്. കൊറോണ സമയത്താണെങ്കിലും പ്രളയ സമയത്താണെങ്കിലും അല്ലാണ്ട് പല കാര്യങ്ങൾക്കും ഇവർ മുന്നിൽ നിൽക്കുന്നവരാണ്. ലോക്ക്ഡൗൺ കാലത്ത് സാമൂഹിക അടുക്കളയായി പ്രവർത്തിച്ചിരുന്ന ഒരു സംവിധാനമായിരുന്നു സലാം തട്ടുകട. അങ്ങനെ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ നല്ല കാര്യമല്ലേ? ഇതിപ്പോൾ നമ്മളും പാട്ടാവുന്നുണ്ട്, ഈ ഒരു ഹോട്ടലും പാട്ടാവുന്നുണ്ട്, നല്ലൊരു കാര്യമാണ്. പ്രാരാബ്ധങ്ങളുമായി നാട് കടന്നെത്തിയ അതിഥി തൊഴിലാളികൾ ഉൾപ്പെടെ കടയിലെ ജീവനക്കാരും ഒരു ദിവസത്തെ വരുമാനം വയനാടിനായി നൽകി. താല്പര്യമായിരുന്നു. ഭായിമാരൊക്കെ ഒരുപാടുണ്ട്, അവർക്ക് ഒരുപാട് സന്തോഷമായി. കാര്യം ദുഃഖകരമായൊരു സംഭവമാണെങ്കിൽ ഇതിന് പങ്കുചേരാൻ പറ്റുന്നതിൽ ഞങ്ങൾക്കൊരു വളരെ സന്തോഷമാണ്. കസ്റ്റമേഴ്സിനും സന്തോഷം, ഞങ്ങളും ഹാപ്പിയാണ്. പിന്നെ മലയാളിൽ പറഞ്ഞിട്ടുണ്ട്, എല്ലാ ആൾക്കാരും അങ്ങനെ ചെയ്യുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ് കുഴപ്പമില്ല, ഒരു ദിവസം ശമ്പളം പോയി കുഴപ്പമില്ല പറഞ്ഞിട്ട് സഹായിച്ചിട്ടുണ്ട്. വയനാട് ജനതയെ സഹായിക്കാൻ വരും ദിവസങ്ങളിലും പല മാർഗങ്ങൾ അവലംബിക്കാനുള്ള ആലോചനയിലാണ് സലാമും സഹപ്രവർത്തകരും. 24 കൊച്ചി.
ഏതൊക്കെ തരത്തിലാണ് നമ്മൾ വയനാടിനായി കൈകോർക്കുന്നതെന്ന് ഇപ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. നമ്മുടെ നാടൊരു വല്ലാത്ത നാടാണല്ലേ. ഇങ്ങനെ മറ്റെവിടെയും ഉണ്ടാവില്ല. അക്കാര്യത്തിൽ മലയാളികൾ എന്ന രീതിയിൽ നമുക്ക് അഭിമാനിക്കാവുന്നതാണ്. അങ്ങനെ എല്ലാവർക്കും തന്നാലാവുന്നത് എന്ന രീതിയിൽ നമ്മൾ വയനാടിനായി ഒത്തുനിൽക്കുകയാണ്. ആ ഒത്തുചേരൽ അവരെ മുന്നോട്ട് എങ്ങനെയാണോ അവരുടെ ജീവിതം, അത് പഴയപോലെ ആവില്ലെങ്കിലും ഒരു പുതിയ ജീവിതം അത് അവർക്കുണ്ടാവുന്നതുവരെ ആ സഹായം നമ്മൾ തുടരേണ്ടതുണ്ട്. അതെ, ഉരുൾപൊട്ടലിൽ തകർന്ന വയനാടിനെ ചേർത്ത് നിർത്താൻ 24ഉം ഫ്ലവേഴ്സും തുടങ്ങിയ എൻ്റെ കുടുംബം വയനാടിനൊപ്പം പദ്ധതിയിലേക്ക് സഹായ പ്രവാഹം തുടരുകയാണ്. 24 കണക്ട് ആപ്ലിക്കേഷൻ വഴിയാണ് പ്രേക്ഷക സഹായം തുടരുന്നത്. ആപ്പ് സ്റ്റോറിലും ഒപ്പം തന്നെ പ്ലേ സ്റ്റോറിലും 24 കണക്ട് ആപ്ലിക്കേഷൻ ഇപ്പോൾ ലഭ്യമാണ്. 24 കണക്റ്റും ഫ്ലവേഴ്സ് ഫാമിലി ചാരിറ്റബിൾ സൊസൈറ്റിയും ചേർന്നാണ് എൻ്റെ കുടുംബം വയനാടിനൊപ്പം പദ്ധതിയിലേക്ക് ആവശ്യമായ പണം സ്വരൂപിക്കുന്നത്. സംഭാവനകളെല്ലാം സുതാര്യമാക്കുന്നതിനായി ബാങ്കുകൾ നിർദ്ദേശിക്കുന്ന KYC രേഖകളിൽ ഒന്ന് ഈ ആപ്പിൽ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. എങ്കിൽ മാത്രമാണ് ഈ സംഭാവനകൾ നൽകാൻ കഴിയുക. എല്ലാ ദിവസവും രാവിലെ എത്രമാത്രം സംഭാവന ആയിട്ടുണ്ടെന്ന അപ്ഡേഷൻസ് നൽകുന്നുണ്ട്. അത് ഗുഡ് മോർണിംഗ് വിത്ത് ആർഷ ഷോയിൽ തന്നെ SK തന്നെ അത് കൃത്യമായി തന്നെ പറയുന്നതുമുണ്ട്. അപ്പോൾ ഇനിയും ഇതിൻ്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ പെട്ടെന്ന് ആ ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് അതിൽ പറയുന്ന കാര്യങ്ങൾ നിബന്ധനകളെല്ലാം പാലിച്ചുകൊണ്ട് നിങ്ങളുടെ സംഭാവന അത് എത്ര ചെറുതായാലും അത് ഒരു വലിയ സഹായം തന്നെയായിരിക്കും വയനാടിന്. ഇനി നമുക്ക് നമ്മുടെ ഒരു കോളറിലേക്ക് പോകാം. ഷീല എന്ന് പറയുന്ന ഒരു കോളർ വന്നിട്ടുണ്ട്, ഡൽഹിയിൽ നിന്നാണ്. അപ്പോൾ എവിടെ? ഹലോ ഷീല ചേച്ചി, ഹായ്. ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് ചേച്ചി. ഡൽഹിയിൽ എന്തുണ്ട് വിശേഷം? ഡൽഹി സുഖമായിരിക്കുന്നു. ഇപ്പൊ മഴയാണ്, മഴക്കാലമാണ്. വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നു. ഡൽഹിയിൽ ഏത് ഭാഗത്താണ്, എവിടെയാണ് പ്രോപ്പർ? ഡൽഹി ഞാൻ മയൂർ വിഹാർ ഫേസ് 3. നമ്മൾ എപ്പോഴും വായിക്കുന്നതാണ്. നമ്മുടെ 24 ടീമിനെ അവിടെ അറിയാമോ? തീർച്ചയായിട്ടും ഞങ്ങൾ രാവിലെ ഉണരുമ്പോഴേ ഗുഡ് മോർണിംഗ് തൊട്ട് വെക്കുന്നതാണ് ഇത്. വൈകിട്ട് ഞങ്ങള് 11 മണി വരെ ഇത് കണ്ടിന്യൂ ചെയ്യും. ചേച്ചി അവിടെ എന്താ ചെയ്യുന്നത്? ജോലി ചെയ്യുന്നുണ്ടോ? ഹോം മേക്കർ ആണോ? ഞാൻ ജോലി ചെയ്യുന്നുണ്ട്. അല്ലല്ല, ഞാൻ ജോലി ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ പ്രൈവറ്റില്, ഹസ്ബൻഡ് സെൻട്രൽ ഗവൺമെന്റ്, പിന്നെ ഒരു മോനാണ്, അവന് നെറ്റ്വർക്ക് എഞ്ചിനീയർ. നാട്ടില് ഞാൻ ചെങ്ങന്നൂര്. ഓക്കെ, ഇപ്പൊ നാട്ടിലേക്കൊക്കെ എങ്ങനെയാ വരിക? ഇതുപോലെ അവധിയൊക്കെ ഉണ്ടാവാറുണ്ടോ? ആ സമയത്താണോ വരുന്നേ? അവധി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വരും, അത്രേ ഉള്ളൂ. ഇപ്പൊ ഒരുപാട് വർഷമായിട്ട് ഡൽഹി തന്നെയാണോ? ഞാൻ 35 വർഷമായി. അതെ അതെ, ഒരുപാട് വർഷങ്ങൾ. അപ്പൊ ഡൽഹിയുടെ ആ മാറ്റമൊക്കെ കണ്ടറിഞ്ഞിട്ടുള്ള ആളാണല്ലേ? പക്ഷെ ഇപ്പോഴും മലയാളത്തെ ചേർത്ത് പിടിക്കുന്നു, മലയാളിയായിട്ട് തന്നെ ഡൽഹിയിൽ കഴിയാണ്. തീർച്ചയായും. അപ്പൊ നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടല്ലോ അല്ലേ? നമ്മളിപ്പോ ഈ കഴിഞ്ഞ ഒരു മാസമായിട്ട് നമ്മൾ ഒരുപാട് എന്താ പറയാ ദുരന്ത വാർത്തകൾ തന്നെയാണ്. വയനാടിന്റെ ഒക്കെ കാര്യങ്ങൾ അറിയുന്നുണ്ടല്ലോ അല്ലേ? തീർച്ചയായും. ഞങ്ങള് ഇത് 24 ആണ് ഞങ്ങള് റെഗുലറായിട്ട് വെക്കുന്നത്. നല്ല അവതരണമാണ്. പിന്നെ രാവിലെ ഗുഡ് മോർണിംഗ് ഞങ്ങള് SK സാറിനെ കാണാൻ വേണ്ടി ഞങ്ങൾ വന്നിരിക്കും. ഒരുപാട് സന്തോഷം ചേച്ചി. ചേച്ചി ഇങ്ങനെ നമ്മളെ നേരിട്ട് വിളിച്ച് അഭിപ്രായം പറയുന്നതിൽ കേട്ടോ. അപ്പോ ഇനിയും തുടരുക. നിങ്ങൾ രണ്ടുപേരുടെയും പാട്ട് നന്നായിട്ട് പാടുന്നുണ്ട്. അന്നേരം തീർച്ചയായിട്ടും പോകുന്നതിന് ഞങ്ങൾക്കൊരു പാട്ട് കേൾപ്പിച്ചിട്ട് വേണം പോകാൻ. ഇതൊരു റിക്വസ്റ്റ് ആണ്. തീർച്ചയായിട്ടും ചേച്ചിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പാട്ട് തന്നെ ആയിരിക്കും ഞങ്ങൾ ഉറപ്പായിട്ടും പാടുക. താങ്ക് യു, വിളിച്ചത് നന്ദി. അപ്പോ ഷീല ചേച്ചിയാണ് ഡൽഹിയിൽ നിന്ന് വിളിച്ചത്. ചെങ്ങന്നൂരുകാരിയാണ്. അവിടെ കുടുംബസമേതം 35 വർഷമായിട്ട് താമസിക്കുന്ന ആളാണ്. ഒരുപാട് വർഷങ്ങൾ ഡൽഹി കണ്ട് പരിചയിച്ച് അവിടെ ജീവിക്കുന്ന ഒരു മലയാളിയോട് നമുക്ക് സംസാരിക്കാൻ പറ്റി. അപ്പൊ ഡൽഹിയിൽ നമുക്ക് പ്രേക്ഷകരുണ്ട്, ഒരുപാട് മലയാളികളുണ്ട്. അതെ, എല്ലായിടത്തും ഉണ്ട്. അപ്പൊ ഡൽഹിയിൽ നിന്നൊരു മലയാളിയോട് സംസാരിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ വീണ്ടും നമ്മൾ വയനാട്ടിലേക്ക് പോകുന്നു. വയനാടെന്ന് പറയുമ്പോൾ നിങ്ങൾ നെറ്റ് ചുളിക്കേണ്ട ദുഃഖവാർത്തകൾ മാത്രമല്ല, വയനാട്ടിൽ നിന്ന് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള വാർത്തകളും വന്നു തുടങ്ങിയിട്ടുണ്ട്. അത്തരത്തിലൊരു വാർത്തയാണ്, ഒരു വ്യത്യസ്തമായ കഥയാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ നിന്ന് ഇനി മനസ്സ് നിറയ്ക്കുന്ന ഒരു പ്രണയ കഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഉരുൾപൊട്ടലിൽ കാമുകി മരിച്ചെന്ന് കരുതി അവസാനമായി ഒരു നോക്ക് കാണാൻ മൃതദേഹം കുളിപ്പിക്കുന്ന സ്ഥലത്ത് 8 ദിവസം സഹായിയായി നിന്ന നെല്ലിമുണ്ട സ്വദേശി അൻസിലിന്റെ കഥയിലേക്കാണ്. ഒടുവിൽ 8ാം നാൾ അവൾ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നറിയുന്ന നിമിഷം അങ്ങനെയൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. ഇത് അൻസിലിന്റെയും ഫിദയുടെയും മരിക്കാത്ത പ്രണയവും ജീവിതവുമാണ്. കഥയിലേക്ക്.
നൂറുകണക്കിന് മനുഷ്യരെ ഇല്ലാതാക്കിയ ദുരന്തം എത്തുന്നതിന് മുൻപ് ആ രാത്രി ചൂരൽമലയിലെ ഫിദയെ അൻസിൽ വിളിച്ചിരുന്നു. സൂക്ഷിക്കണമെന്ന് പറയുകയും ചെയ്തു. പിന്നീട് വിളിച്ചപ്പോൾ അവൾ ഫോൺ എടുത്തില്ല. രാവിലെയാണ് മുണ്ടക്കൈയെയും ചൂരൽമലയെയും ഉരുൾ തൂത്തെറിഞ്ഞുവെന്ന് അവൻ അറിഞ്ഞത്. പിന്നീട് മരവിപ്പോടെ ചെയ്തതും അനുഭവിച്ചതുമെല്ലാം മേപ്പാടിയിലെ ഹെൽത്ത് സെന്ററിലിരുന്ന് പതിയെ അൻസിൽ പറഞ്ഞു തുടങ്ങി. ഓക്ക് വേണ്ടിയിട്ടാണ് ഞാൻ 8 ദിവസം ഇവിടെ സേവനം ചെയ്തത്. പിന്നെ ഞാൻ ആലോചിച്ചു എന്തായാലും ഇപ്പോൾ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് നിന്നതാണ്. ഇവിടുന്ന് വരുന്ന നിലമ്പൂരിൽ നിന്ന് വരുന്ന ബോഡി ആയാലും കമ്മിറ്റി ആൾക്കും MSAയിലോട്ടും ഞാൻ പോയി നോക്കും അവിടെ ബോഡി ഓളെ തങ്ങാനുണ്ടോ. കാരണം ഓളെ കൈ ഞാൻ പറഞ്ഞു കൈ കണ്ടാലും കാല് കണ്ടാലും എനിക്ക് തിരിച്ചറിയാം. ഓളെ കയ്യിൽ എൻ്റെ ഒരു മോതിരമുണ്ട്, എൻ്റെ പേര് എഴുതിയിട്ടുള്ളൊരു മോതിരട്ടതാണ്. അപ്പോൾ ഞാൻ കൈയായാലും കാലായാലും അവിടെ പോയി കറക്റ്റ് നോക്കും. പിന്നെ ഞാൻ അങ്ങോട്ട് തന്നെ വരും. പിന്നെ ഇവിടുന്ന് ബോഡി പോകുമ്പോൾ മറവ് ചെയ്യാനൊക്കെ പോകുമ്പോൾ ഞാൻ നോക്കും. പെട്ടെന്ന് ഇവളൊരു 8 ദിവസം കഴിഞ്ഞപ്പോൾ ഇവൾ വിളിച്ചപ്പോൾ അതുവരെ ഞാൻ പറഞ്ഞ പോലെ ടെൻഷൻ അടിച്ച് തീരുന്നു, ഒന്നും തിന്നാണ്ട് ഭക്ഷണമൊന്നും ഞാൻ കഴിക്കലില്ലായിരുന്നു. ഇവളതിൻ്റെ ശേഷം വിളിച്ചതിൻ്റെ ശേഷം എനിക്ക് ഭയങ്കര ഒരു സന്തോഷം വന്ന്. ദുരന്തത്തിൽ ഫിദയ്ക്ക് ഉപ്പയെയും ബന്ധുക്കളെയും നഷ്ടപ്പെട്ടു. ഇപ്പോൾ വാടക വീട്ടിലാണ്. ഫിദൻ്റെ അച്ഛൻ മരിച്ച് ഞാൻ ഇവിടുന്ന് ബോഡി കണ്ടിരുന്നു. പിന്നെ അവളെ അമ്മ സേഫാണ്, അതായത് അവളെ അമ്മ സേഫാണ്, പിന്നെ അവളെ അനിയനും സേഫാണ്, ഓളും സേഫാണ്. കല്യാണം നമ്മൾ ഉറപ്പിച്ചിട്ടില്ല, ഉറപ്പിക്കണം. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം അവളെ വേഗം കൊണ്ടുവരാൻ. കാരണം എന്താ വെച്ചാൽ അവളെ അച്ഛനും ഇതൊക്കെ മരിച്ചാലേ അവൾ പഠിത്തം കഴിയട്ടെ എന്ന് വെച്ച് വിചാരിച്ച് നിൽക്കുകയാണ്. പഠിത്തം കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവളെ കൊണ്ടുവരും. ഈ മഹാദുരന്തത്തിനിടയിൽ അപൂർവമായി സംഭവിച്ച ഒരു നിറകൺ ചിരിയാണിത്. പല നീറ്റലുകളിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും ഈ നിമിഷത്തിൽ അൻസിലിനും ഫിദയ്ക്കും ആശംസകൾ നേരാം. മുനീഫ് തിരൂരിനൊപ്പം വിപിൻ സി വിജയൻ, 24 വയനാട്. അപ്പോൾ അതാണ് ഫിദയുടെയും അൻസിലിൻ്റെയും കഥ. അൻസിലിൻ്റെ മുഖത്തെ സന്തോഷം കണ്ടില്ല. ഒരുപാട് എന്താണ് പറയുക, ആധികൾക്ക് ശേഷം ഒരു 8 ദിവസത്തെ കാത്തിരിപ്പ്, അതിന് ശേഷമാണ് ജീവനോടെ ഉണ്ട് എന്നറിയിപ്പുള്ള സന്തോഷം. അതൊക്കെയാണ് വിപിനുമായി. ഇപ്പോൾ ഇത് പുറത്ത് വന്ന ഒരു കഥ മാത്രമാണ്, ഇതുപോലെ എത്ര പേരുണ്ടാകും അതിൽ. അങ്ങനെ പോസിറ്റീവായിട്ടാണ് കാര്യങ്ങളെല്ലാം പോകുന്നത്. ഇനിയെല്ലാം അങ്ങനെ ആവട്ടെ. അതിജീവനത്തിൻ്റെ ദിനങ്ങളാണ് വയനാട്ടിൽ ഇനി മുന്നിലുള്ളത്. അപ്പോൾ നമ്മളും കൂടെ ചേരുമ്പോൾ അത് കളറാവും. ഇനി നേരെ പാരീസ് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ടിലേക്കാണ്. ഒളിമ്പിക്സിൽ പങ്കെടുത്ത് രാജ്യത്ത് മടങ്ങിയെത്തിയ താരങ്ങൾക്ക് ഡൽഹി വിമാനത്താവളത്തിൽ ഉജ്ജ്വല സ്വീകരണമാണ് ലഭിച്ചത്. മലയാളി ഹോക്കി താരം PR ശ്രീജേഷും ഗുസ്തി താരം അമൻ ഷെറാവത്തുമാണ് വെങ്കല മെഡൽ നേട്ടത്തോടെ മടങ്ങിയെത്തിയത്. തുടർച്ചയായി മെഡൽ നേടാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ട് എന്ന് PR ശ്രീജേഷ് 24 പറഞ്ഞു. ടോക്കിയോയ്ക്ക് പിന്നാലെ പാരീസ് ഒളിമ്പിക്സിലും വെങ്കലം നേടി ഇന്ത്യയുടെ അഭിമാനമായ ഹോക്കി ടീം. ഡൽഹി ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിലിറങ്ങിയ PR ശ്രീജേഷ് ഉൾപ്പെടെയുള്ള ടീം അംഗങ്ങൾക്ക് ആരാധകരുടെ ഊഷ്മള വരവേൽപ്പ്. വാദ്യമേളങ്ങൾ മുഴക്കിയും മാലയടിഞ്ഞും മധുരം നൽകിയും സ്വീകരണം. ഹോക്കിയിൽ ഇന്ത്യയുടെ തിരിച്ചുവരവാണ് മെഡൽ നേട്ടത്തോടെ അറിയിക്കുന്നതെന്ന് PR ശ്രീജേഷ് 24 इतिहास क्या है सर? लास्ट टाइम भी हम लोगों ने ब्रॉन्ज मेडल जीत के आया था. अभी हम लोगों ने इसको एक आदत बना रहा है और हम लोग जितना कोशिश कर रहे हैं कि इसी चीजों को कंटिन्यू करते रहे. ലോകം മുഴുവൻ ആഘോഷിക്കുന്ന ഒളിമ്പിക്സ് വേദിയിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപനം നടത്തുന്നതാണ് ശരിയെന്ന് തോന്നിയെന്നും ബിനേഷ് ഫോഗട്ടിന്റെ മെഡൽ നഷ്ടം മറക്കാൻ കഴിയാത്തതെന്നും ശ്രീജേഷ്. It's the end of a journey. बट आपको हमेशा पता है कि एक बंदा निकलने के बाद आपके जैसे 1000 बंदा आएगा आपके जूते पे. सो डेफिनेटली मेरे लिए खुशी की बात है कि मेरी टीम मेरे लिए खेला, एक मेडल दिला के वापस मैं जा रहा हूँ. നാളെ താജ് ഹോട്ടലിൽ നടക്കുന്ന പ്രത്യേക ചടങ്ങിൽ ശ്രീജേഷിനെ ആദരിക്കുന്നുണ്ട്. ഗുസ്തിയിൽ വെങ്കലം നേടിയ അമൻ ഷെറാവത്തിനും വൻ സ്വീകരണമാണ് ആരാധകർ ഒരുക്കിയത്. പാരീസ് ഒളിമ്പിക്സിനു ശേഷം ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയ PR ശ്രീജേഷ് ഉൾപ്പെടെയുള്ള ഹോക്കി താരങ്ങൾക്ക് ആവേശോജ്വലമായ സ്വീകരണമാണ് ആരാധകർ വിമാനത്താവളത്തിൽ നൽകിയത്. എന്നാലും ഗോൾ പോസ്റ്റിന് മുൻപിലെ പ്രതിരോധ കോട്ടയായ PR ശ്രീജേഷിന്റെ വിരമിക്കൽ പ്രഖ്യാപനം ടീം അംഗങ്ങളെയും ആരാധകരെയും ഒരുപോലെ നിരാശപ്പെടുത്തുന്നുമുണ്ട്. ജിജീന്ദ്രനോടൊപ്പം R അച്യുതൻ, 24 ഡൽഹി. മലയാളികളെ സംബന്ധിച്ച് ഒരുപാട് അഭിമാനം, ഒപ്പം തന്നെ കൂടുതൽ മെഡലുകൾ ലഭിക്കണമെന്നാണ് നമ്മൾ ഇനിയും ആഗ്രഹിക്കുന്നത്. അതെ, വിനേഷ് ഫോഗട്ടിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം, ഒരു അപ്ഡേഷൻ ഉള്ളത്. ഇന്നിപ്പോൾ ഒരു വിധി ഉണ്ടാകും കായിക തർക്ക പരിഹാര കോടതിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ചാണ്. പക്ഷേ 9:30 ഒരു മിനിറ്റുകൾക്ക് മുൻപാണ് വീണ്ടും അത് മാറ്റി. 16-ാം തീയതിയാണ് ഉണ്ടാവുക. 16-ാം തീയതി വരെ, അതായത് വെള്ളിയാഴ്ച വരെ നമ്മൾ കാത്തിരിക്കണം. ഒരു വെള്ളി നമുക്ക് കിട്ടേണ്ടതാണ്. അത് കിട്ടുമോ ഇല്ലയോ എന്നറിയാൻ വെള്ളിയാഴ്ച വരെ നമ്മൾ കാത്തിരിക്കണം. അപ്പോൾ നോക്കാം എന്താണ്. ഇനി നമുക്ക് നമ്മുടെ ഒരു പ്രേക്ഷകനിലേക്ക് പോവാം. കുവൈറ്റിൽ നിന്ന് റെനിയാണ്. റെനി എവിടെ വരട്ടെ? ഹലോ റെനി, ഹായ്. ഹലോ ചേട്ടാ, എന്തുണ്ട് വിശേഷം? കേൾക്കാം.
നല്ല വിശേഷം. ചേട്ടൻ കുവൈറ്റിൽ എത്ര വർഷമായി? ഞാനിപ്പോ 16 വർഷമായി. എന്ത് ചെയ്യുന്നു? നാട്ടിലെവിടെയാണ്? നാട്ടില് കോടനാട്. കോടനാടാണ്. പെരുമ്പാവൂർ. കോടനാട്. പെരുമ്പാവൂർ പെരുമ്പാവൂര്. കുറച്ച് അടുത്താണ് അതെ. നമ്മുടെ. ഓക്കെ. അതെ. അപ്പൊ നാട്ടിലേക്ക് എങ്ങനെയാ, വർഷത്തില് അതെ, ഒരു തവണയാണോ വരിക, അങ്ങനെയാണോ? ഞാനിപ്പോ വന്നിട്ട് 2 മാസം മുമ്പാണ് നാട്ടിൽ വന്നത്. ഇലക്ഷന്റെ ഒക്കെ സമയത്ത് ഉണ്ടായിരുന്നോ? ഇലക്ഷന്റെ ടൈമിന് നാട്ടിലുണ്ടായിരുന്നു. ഉണ്ടായിരുന്നല്ലേ? ചേട്ടാ കുവൈറ്റിൽ പിന്നെ എന്തുണ്ട് വിശേഷം? എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? കുവൈറ്റിൽ നല്ല ചൂടാണ്. നല്ല ചൂടാണ്. ഫാമിലി ഇപ്പൊ നാട്ടിലാണ്. ശരി. ഓക്കെ. കുവൈറ്റിൽ ചേട്ടൻ എന്താ ജോലിയാ ചെയ്യുന്നത്? ഞാനൊരു റെസ്റ്റോറന്റിന്റെ ഹെഡ് ഷെഫായിട്ട് വർക്ക് ചെയ്യും. ഓ നൈസ്. ഹെഡ് ശരി, ഷെഫാണ്. ഷെഫാണ്. അതെ. അപ്പൊ ചില്ലറക്കാരനല്ല, അതെ. അതന്നെ. ഈ ഒരു ഷെഫിന്റെ അടുത്ത് നേരിട്ട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡിഷ് എന്താണ്? എന്താണ് ഒരു മാസ്റ്റർ പീസ് ആണ് എന്താണ്? എന്റെ മാസ്റ്റർ പീസ് എനിക്ക് താല്പര്യം സ്ട്രോഗനഫ് താല്പര്യമാണ്. പിന്നെ ബീഫ് വെല്ലിംഗ്ടൺ ആണ് ഏറ്റവും താല്പര്യമുള്ള സാധനം. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ചേട്ടാ, ചേട്ടൻ തന്നെയാണോ വീട്ടിൽ കുക്ക് ചെയ്യുന്നത്? അത് ചേച്ചിയാണോ? ഇടയ്ക്ക് ചേച്ചി ഇപ്പൊ ന്യൂസ് കാണാത്തോണ്ട് കുഴപ്പമില്ല. ഞാൻ തന്നെയാണ്. നമ്മൾ പറഞ്ഞേക്കാം ഈ കാര്യം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പോ എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾ ഈ പെരിയാറിന്റെ തീരെ താമസിക്കുന്നു. അപ്പൊ നമുക്ക് ഈ പലരും ഈ സോഷ്യൽ മീഡിയ വഴി കമന്റ് ചെയ്യുന്നതും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. മുല്ലപ്പെരിയാറാണോ ചേട്ടൻ ഉദ്ദേശിച്ചത്, അതോ മറ്റ് എന്തെങ്കിലും? തീർച്ചയായിട്ടും മുല്ലപ്പെരിയാറിന്റെ കാര്യം തന്നെയാണ്. അപ്പൊ ഈ വക പൊട്ടത്തരങ്ങൾ വിളിക്കുന്നവരോടൊന്ന് മനസ്സിലാവുന്നത്. ഇന്നലെ വിശദമായ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ മന്ത്രി തന്നെ പറഞ്ഞു, അനാവശ്യമായ ഭീതി ഉണ്ടാക്കുന്ന രീതിയിൽ ഈ സോഷ്യൽ മീഡിയകളിൽ ആൾക്കാർ പറയുന്നുണ്ട് മുല്ലപ്പെരിയാർ ഇപ്പൊ പൊട്ടാൻ പോവുകയാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പൊ അത് ഇന്നലെ അവിടെ വിദഗ്ധ സമിതി യോഗം ചേർന്നിരുന്നു. എന്താണ് സ്റ്റഡി ചെയ്യുന്ന ഒരു കമ്മിറ്റി ഫോം ചെയ്യുന്നുണ്ട്, അവര് ചെയ്തോളും. അപ്പൊ പിന്നെ ആവശ്യമില്ലാത്ത ഭീതി നാട്ടുകാരിലേക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഞങ്ങൾ തീരദേശം, ഞങ്ങൾ പെരിയാറിന്റെ കരയിൽ താമസിക്കുന്ന ഞങ്ങൾക്ക് ഭയങ്കര ആ ബുദ്ധിമുട്ട് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. അത് എന്തായാലും ഇത് നമ്മളിങ്ങനെ ഈ ഒരു വളരെ ഹോട്ട് ടോപ്പിക് ആയതുകൊണ്ട് തന്നെ അത് എടുത്തിടുമ്പോൾ കൂടുതൽ ആൾക്കാർ അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിന് പിന്നിലുള്ള കഥയ്ക്ക് കാരണം. എന്തായാലും മെയിൻ സ്ട്രീം മീഡിയ ഒന്നും അത് അങ്ങനെ ഒരുപാട് ഇല്ലാത്ത കഥകൾ കൊടുക്കുന്നില്ല. അത്തരം കാര്യങ്ങൾ മാത്രമാണ് നമ്മളൊക്കെ കൊടുക്കുന്നത്. പ്രത്യേകിച്ച് ചേട്ടൻ പറഞ്ഞൊരു കാര്യം കറക്റ്റാണ്. കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് ഭയങ്കരമായ പേടിയായിരിക്കും. കാരണം അവരെല്ലാവരും ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ എവിടെയെങ്കിലും ഒരു മെസ്സേജ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ വന്ന് പറയും ദേ മുല്ലപ്പെരിയാർ പൊട്ടുന്നതാണ് പറയുന്നത് എന്നൊക്കെയുള്ള അല്ലേ, അത്തരം സംഭവങ്ങൾ ഒരുപാട് പേര് പറയുന്നുണ്ട്. ചേട്ടൻ പറഞ്ഞ കാര്യം കറക്റ്റാണ്. ഒരു പ്രേക്ഷകന്റെ ഭാഗത്ത് തന്നെ ഇങ്ങനെ ഒരു മെസ്സേജ് വരുമ്പോൾ തീർച്ചയായിട്ടും മറ്റു പ്രേക്ഷകർ മനസ്സിലാക്കുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതെ. അപ്പൊ എന്തായാലും അത് നല്ലൊരു സജഷനാണ്. സോഷ്യൽ മീഡിയ അനാവശ്യമായ രീതിയിലുള്ള ഭീതി ഉണ്ടാക്കരുത് എന്ന് ഈ പറയുന്നത് പോലെ ഈ പെരിയാർ അല്ലെങ്കിൽ പെരുമ്പാവൂരിനടുത്ത് നദീതീരത്ത് താമസിക്കുന്ന ഒരാൾ എന്ന നിലയിലാണ് ഇപ്പോൾ റെനി പറഞ്ഞത്. അത്തരം ആൾക്കാർ അത് ദയവായി പിൻവാങ്ങണം എന്ന ഒരു അഭ്യർത്ഥനയാണ് അദ്ദേഹം നടത്തിയത്. താങ്ക് യു സോ മച്ച് റെനി ചേട്ടാ വിളിച്ചതിന്. അപ്പോൾ തുടർന്ന് നമ്മുടെ 24 കാണുക, വേണ്ട പിന്തുണ നൽകുക. താങ്ക് യു സോ മച്ച്. അപ്പോൾ റെനി ചേട്ടനാണ് കുവൈറ്റിൽ നിന്ന് ഇപ്പോൾ നമ്മോട് സംസാരിച്ചത്. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുകയാണ്. എന്തായാലും അതിൻ്റെ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതിന് വേണ്ട നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അനാവശ്യമായിട്ട് ഇത്തരത്തിലുള്ള മെസ്സേജുകൾ ഫോർവേഡ് ചെയ്യാതിരിക്കുക, ഭയപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യെസ്, അപ്പോൾ വെൽക്കം ബാക്ക്. ഗുഡ് നൈറ്റ് വിത്ത് പ്രജിൻ ആൻഡ് പ്രവിത തുടരുകയാണ്. ഇന്ന് അടുത്ത സെഗ്മെന്റിലേക്ക് നമ്മൾ പോവുകയാണ്. പ്രവിത, ഒരു ദിവസം എത്ര വെള്ളം കുടിക്കും? അത് ഞാനങ്ങനെ ഇപ്പം എത്ര ഗ്ലാസ് കുടിക്കുന്നത് നോക്കാറില്ല, പക്ഷെ ഒരു 3 ലിറ്റർ മിനിമം കുടിക്കണം എന്നാണ്. അതാണ് എത്ര കുടിക്കുന്ന ചോദ്യം. അതറിയില്ല. ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. നമ്മൾ മലയാളികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കേണ്ട ചോദ്യമാണ്. നമ്മുടെ ശരീരത്തിന് എത്രമാത്രം വെള്ളം പ്രധാനപ്പെട്ടതാണ് ചോദ്യമുണ്ട്. ഒപ്പം വെള്ളം കുടിക്കുന്നത് കുറഞ്ഞാൽ എങ്ങനെയാണത് ശരീരത്തെ ബാധിക്കുക, ഇതെല്ലാം നമ്മൾ അറിയേണ്ടതുണ്ട്. ഒരു ദിവസം ഒരാൾ എത്ര വെള്ളം കുടിക്കണം, അതോടൊപ്പം തന്നെ ഈ വെള്ളം കുടിക്കുന്നതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, ഒപ്പം തന്നെ ഈ വെള്ളം കുടിക്കാതിരുന്നാൽ എന്തൊക്കെയാണ് പ്രശ്നം ഉണ്ടാവുക എന്നൊക്കെ ഞങ്ങളല്ല പറഞ്ഞു തരുന്നത്. ഡോക്ടർ സൗമ്യ സരിൻ കൃത്യമായി തന്നെ പറഞ്ഞു തരും. കാണാം ഡോക്ടറെ. നമ്മൾ ദിവസവും കഴിക്കുന്ന ഭക്ഷണത്തിൽ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് വെള്ളം. നമ്മുടെ ശരീരം തന്നെ 3/4 ഭാഗവും വെള്ളമാണ്. അതുമാത്രമല്ല, നമ്മുടെ ശരീരത്തിലെ എല്ലാ മെറ്റബോളിക് പ്രവർത്തനങ്ങൾക്കും അത്യാവശ്യം വേണ്ട ഒരു ഘടകമാണ് വെള്ളം. നമ്മുടെ ശരീരത്തിന്റെ ടെമ്പറേച്ചർ നോർമലാക്കി നിർത്തുന്നത് മുതൽ നമ്മുടെ ഓരോ കോശങ്ങളിലേക്കും ഓക്സിജൻ എത്തിക്കുന്നത് വരെ വെള്ളത്തിന് ധാരാളം റോളുകളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ദിവസവും കൃത്യമായി മുതിർന്ന ആളുകൾ മിനിമം 2 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണം.
പക്ഷേ ഇന്ന് ഞങ്ങൾ കാണുന്ന ഒരു പ്രധാന പ്രശ്നമാണ് മുതിർന്നവരായാലും കുട്ടികളായാലും വെള്ളം കുടിക്കാൻ പലപ്പോഴും മറന്നു പോകുന്നുണ്ട്. അതിന്റെ ഫലമായിട്ട് അധിക ആളുകൾക്കും മൂത്രപ്പഴുപ്പും അതുപോലെ തന്നെ മലബന്ധവും ഒക്കെ കാണാറുണ്ട്. സോ നമ്മൾ ഒരു ദിവസം ഞാൻ പറഞ്ഞ പോലെ മിനിമം 2 ലിറ്റർ വെള്ളമെങ്കിലും മറക്കാതെ കുടിക്കുക. ഇന്ന് നിങ്ങളെ അത് ഓർമ്മിപ്പിക്കാനുള്ള ആപ്പുകളൊക്കെ ലഭ്യമാണ്, മറന്നു പോകുന്നവർ അതൊക്കെ ഉപയോഗിക്കാം. പിന്നെ ഒരു കാര്യം കൂടി പറയുകയാണ്, ഈ 2 ലിറ്റർ വെള്ളം എന്നുള്ളത് മിനിമമാണ്. അത് സാധാരണ ആളുകളെ സംബന്ധിച്ചിട്ടാണ്. വൃക്ക രോഗികളും ഹൃദ്രോഗികൾക്കും കൃത്യമായി ഡോക്ടർ എത്ര വെള്ളമാണ് കുടിക്കാനുള്ളത് എന്നുള്ള അളവ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കും. അത്രമാത്രം കുടിക്കുക. അല്ലാതെ ഈ 2 ലിറ്റർ വെള്ളം എന്നുള്ളത് അവർക്ക് ബാധകമല്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞതെല്ലാം കേട്ടല്ലോ. വളരെ പെട്ടെന്ന് അടുത്തൊരു റിപ്പോർട്ടിലേക്ക് പോകണം. നമ്മൾ നേരെ ഒരു ചായക്കടയുടെ വിശേഷത്തിലേക്കാണ് പോകുന്നത്. സ്വന്തം ചേരുവയിൽ വരട്ടിയെടുക്കുന്ന നല്ല ബീഫ് വിഭവമാണ് ഇവിടുത്തെ സവിശേഷത. പറഞ്ഞ് കൊതിപ്പിക്കണ്ട, നേരെ റിപ്പോർട്ടിലേക്ക് പോകാം. അപ്പോൾ ഇന്നും ഭക്ഷണം തേടിയുള്ള ഒരു യാത്രയാണ്. രാത്രികാല ഭക്ഷണമല്ല, ഒരു പ്രഭാത ഭക്ഷണമാണ്. ഒരു നാട്ടിൻപുറത്തെ കുഞ്ഞു ചായക്കടയിലെ ആവി പറക്കുന്ന പുട്ടും ബീഫും, അതിനോടൊപ്പം മറ്റു ചില വിഭവങ്ങളും ഉണ്ട്. പോയി നോക്കാം. ശ്രീജിത്തേട്ടൻ്റെ ചായക്കട. അത്ര സൗകര്യങ്ങളൊന്നുമില്ലാത്ത പഴഞ്ചൻ ലുക്കുള്ള ഒരൊറ്റമുറിക്കട. ലുക്ക് പഴഞ്ചനാണെങ്കിലും ഇവിടെ കിട്ടുന്ന ഫുഡ് അതൊരു സംഭവമാണ്. പലതരം വിഭവങ്ങളുണ്ട്. അപ്പം, പുട്ട്, ദോശ, പൊറോട്ട, അങ്ങനെ മലയാളിയുടെ പ്രഭാത ഭക്ഷണങ്ങളൊക്കെ ഈ ചായക്കടയിലെ ബെഞ്ചിൽ വിരിക്കുന്ന നെടുനീളത്തിൽ കീറിയിട്ട വാഴയിലയിൽ ഇങ്ങനെ നിരന്നിരിക്കും. വിഭവം ഏതായാലും കൂട്ടിനിവിടുത്തെ സ്പെഷ്യൽ ഐറ്റമുണ്ട്, ബീഫ് വരട്ടിയത്. അതിനൊരു പ്രത്യേകതയുമുണ്ട്. തലേന്ന് വൈകിട്ട് വിറകടുപ്പിൽ കയറ്റുന്ന ബീഫ് ഇങ്ങനെ മണിക്കൂറുകളോളം വേവും. രാവിലെ വെന്തൊരു പരുവമാകുമ്പോൾ കുറച്ച് മസാലയും കുരുമുളകും ചേർത്തങ്ങ് പാകമാക്കും. വൈകുന്നേരം നമ്മൾ ഒരു 7 മണിക്ക് 6:30 മണിക്ക് ഇത് കയറ്റി കഴിയുമ്പം രാവിലെ എടുത്ത് ഇതായി. അപ്പോൾ ഈ എല്ലാം ഉപ്പും ബാക്കിയുള്ളതെല്ലാം നമ്മൾ രാവിലെ ഒരു ബീഫ് എങ്ങനെ വയ്ക്കുന്നു, രാവിലെ വെച്ചിട്ട് അത് നമ്മൾ വൈകുന്നേരം എടുക്കുന്നു. ആ ഒരു സമയം ഇതിൽ വരുന്നുള്ളൂ. രാവിലെ പിന്നെ നമ്മൾ ഇതിനടുത്ത് വീണ്ടും കുഴപ്പമില്ല. അതാണ് കൂടുതലും എല്ലാവർക്കും നമ്മൾ മിക്ക പേരും വന്ന് കേൾക്കുന്നു എന്ന് പറഞ്ഞാൽ തലേ ദിവസത്തെ ഉണ്ടാണ് നമ്മൾ കേൾക്കുന്നത്. ശ്രീതേട്ടൻ്റെ ചായക്കടയിൽ പല വിഭവങ്ങളും ഉണ്ട്, നമ്മൾ കണ്ടതാണ്. അപ്പം അതിൽ ഈ പൊറോട്ട ബീഫ് ഡ്രൈ ഫ്രൈ, തലേ ദിവസത്തെ ബീഫിനോടൊപ്പം ഞാനിന്ന് ഓർഡർ ചെയ്തിരിക്കുന്നത് പൊറോട്ടയാണ്. അടിപൊളിയാണ്. ഭക്ഷണം കഴിച്ചവർക്കല്ല ഒരേ അഭിപ്രായം. അപ്പം ബീഫിനെയാണ് പ്രത്യേകിച്ച് നമ്മൾ വരുന്നത്. ഇവിടുത്തെ കാപ്പി, ഇവിടുത്തെ ബീഫ്, ഇവിടുത്തെ രാവിലെ പുട്ട്, അപ്പം, ദോശ എല്ലാം വെറൈറ്റിയാണ്. 40 വർഷമായി വട്ടിയൂർക്കാവ് കുലശേഖരത്തെ ഭക്ഷണപ്പെരുമ ഇങ്ങനെ നിൽക്കുന്നു, രുചിയും സ്നേഹവും വിളമ്പിക്കൊണ്ട്. രഞ്ജിത്ത് ഫ്രാൻസിസിനും വിഷ്ണുവിനുമൊപ്പം ഹരികൃഷ്ണൻ, 24, തിരുവനന്തപുരം. യെസ്, അപ്പോൾ വിശേഷങ്ങൾ തീർന്നിട്ടില്ല. പെട്ടെന്നൊരു ഇടവേള വേണം. മടങ്ങിയതാ. അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മുടെ സമയം ഏതാണ്ട് അതിക്രമിച്ചിട്ടുണ്ട് അല്ലേ? വളരെ പെട്ടെന്ന് ഒരു കമന്റ് വായിക്കാം. രാജി നായർ പറയുന്നു, നാട്ടിലുള്ള എൻ്റെ പ്രിയ കൂട്ടുകാരി ആശയുടെ ചേച്ചി പ്രേമവത്സരയുടെ സപ്തതി ആഘോഷമാണിന്ന്. ഒരു ആശംസകൾ പറയുമോ? എല്ലാവിധ ആശംസകളും. യെസ്, അപ്പോൾ ഒരുപാട് പേർ കമന്റുകൾ അയക്കുന്നുണ്ട്. നിങ്ങളുടെ കമന്റുകൾ വായിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. കോളേഴ്സ് വരുമ്പോഴാണ് കൂടുതലായിട്ട് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ അതിലെല്ലാം ഒരു മാറ്റം അടുത്ത ദിവസങ്ങളിൽ വരുത്താം. കമന്റുകൾ കൂടുതലായി വായിക്കാം. അപ്പം പാട്ടുകളും മറ്റു വിശേഷങ്ങളും എല്ലാം നമ്മളത് ഷീല ചേച്ചിയോട് ഉറപ്പിച്ച് പറഞ്ഞിരുന്നു പാട്ട് പാടുമെന്ന്. പക്ഷെ നമുക്കിത് സമയക്കുറവ് കൊണ്ട് നമ്മളിന്ന് പാട്ട് ഒഴിവാക്കുകയാണ്. നാളെ പാടാം, 2 പാട്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് വിട പറയുന്നു. നാളെ വീണ്ടും 10:30 എത്താം ഒരുപാട് പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി. ശുഭരാത്രി. ബൈ.